അടിമാലി മേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള മുദ്രപത്രക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ അടിമാലി സബ് ട്രഷറിക്ക് മുമ്പിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PA ബഷീർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. അടിമാലി മേഖലയിൽ മുദ്രപത്രക്ഷാമം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ അടിമാലി സബ് ട്രഷറിക്ക് മുമ്പിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ലീഗ് അടിമാലി ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ടൗണിൽ ലീഗ് ഹൗസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം ട്രഷറിക്ക് മുമ്പിൽ പോലീസ് തടഞ്ഞു. മുസ്ലിം ലീഗ് സിന്ദാബാദ്, കിട്ടാനില്ല കിട്ടാനില്ല മുദ്രപത്രം കിട്ടാനില്ല. തുടർന്ന് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PA ബഷീർ ആനച്ചാൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജനങ്ങൾ എന്നും എപ്പോഴും പ്രതിസന്ധികളിലാണ് കടന്നുപോകുന്നത്. ജനക്ഷേമമായ കാര്യങ്ങളിൽ പോലും നടപ്പാക്കേണ്ട സർക്കാർ നിത്യേന ഒരു മുദ്രപത്രം എന്ന് പറഞ്ഞാൽ കുടുംബത്തിനൊരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങണമെങ്കിൽ പോലും 50 രൂപ അല്ലെങ്കിൽ 100 രൂപയുടെ ഒരു മുദ്രപത്രമാണ് നമുക്ക് ആവശ്യമെങ്കിൽ, ഒരു വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ ആ വീടിനൊരു എഗ്രിമെന്റ് വെക്കേണ്ടത് മാക്സിമം 100 രൂപ മുദ്രപത്രമാണെങ്കിൽ, സ്കൂളിൽ നിന്നൊരു കുട്ടി പഠനം കഴിഞ്ഞ് 10ാം ക്ലാസ്സിൽ നിന്ന് അതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്, അതിനാവശ്യമായി വരുന്ന സർട്ടിഫിക്കറ്റിന് ആവശ്യമായി വരുന്ന പത്രം 50 രൂപയുടെ ആണെങ്കിൽ ഇന്ന് നമ്മൾ 500 രൂപയ്ക്ക് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് അന്ത്രു അടിമാലി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ട്രഷറർ അനസ് ഇബ്രാഹിം, KA യൂനസ്, JBM അൻസാർ, CM ബാബൂട്ടി ഹാജി, STU ജില്ലാ ട്രഷറർ PM പരീദ്, KP അബ്ബാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.